പെരുമ്പാവൂർ കോപ്പിടി പഞ്ചായത്ത് 2ാം വാർഡിലെ ചേരാനല്ലൂർ ഓണംതുരുത്ത് കൂടാലപ്പാട് റോഡ് ഇങ്ങനെ തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. മഴ കനത്തതോടെ റോഡിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. വെള്ളുകുഴി പാടശേഖരത്തിലെ കൃഷി ആവശ്യങ്ങൾക്കുള്ള വിത്തും വളവും ഉൽപ്പന്നങ്ങളും കൊണ്ടുപോകുന്ന പ്രധാന പാതയാണിത്. പോച്ചാംതുരുത്ത് കൂടാലപ്പാട് റോഡിനെയും ചേരാനല്ലൂർ മൈനർ ഇറിഗേഷൻ കനാൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ വഴി പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ വലിയ കുഴികൾ രൂപപ്പെട്ട നിലയിലാണ്. ചേരാനല്ലൂർ സെന്റ് സേവ്യേഴ്സ് പള്ളി, ചേരാനല്ലൂർ ശിവക്ഷേത്രം, ചർച്ച്, UP സ്കൂൾ, അങ്കണവാടി, നഴ്സറി സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്ക് കുട്ടികളടക്കം സ്ഥിരമായി സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണ് ഇത്. കോപ്പിടി പഞ്ചായത്തിന്റെ 2ാം വാർഡിലെ പ്രധാന ഗ്രാമീണ റോഡായ ചേരാനല്ലൂർ വെള്ളിക്കുഴി റോഡാണിത്. ഈ റോഡിന് പ്രത്യേകതയുള്ളത് ചേരാനല്ലൂർ കനാൽ റോഡും അതോടൊപ്പം തന്നെ ചേരാനല്ലൂർ പോച്ചാംതുരുത്ത് കൂടാലപ്പാട് റോഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് കൂടിയാണ്. നിരവധി സ്കൂൾ കുട്ടികളും അതോടൊപ്പം തന്നെ ചേരാനല്ലൂർ പള്ളി, ചേരാനല്ലൂർ ശിവക്ഷേത്രം, ചേരാനല്ലൂർ ചർച്ച്, UP സ്കൂൾ എന്നിവിടേക്ക് പോകുന്ന നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന വഴിയാണ്. 2019 വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിൽപ്പെടുത്തി മൈനർ ഇറിഗേഷൻ്റെ 20 ലക്ഷം രൂപ ചെലവ് ചെയ്ത് സൈഡ് കെട്ടി പണിയുകയും അതോടൊപ്പം തന്നെ 2020-21 പദ്ധതിയിൽപ്പെടുത്തി എൽദോസ് കുന്നപ്പള്ളി MLA 6 ലക്ഷം രൂപ തന്ന് ഈ കണക്ക് പണിയുകയും ചെയ്തതാണ്. എന്നാൽ 20ഓളം വർഷമായിട്ട് ഈ റോഡിൽ പഞ്ചായത്ത് ആസ്തിയിൽപ്പെട്ട ഈ റോഡ് പഞ്ചായത്തിൻ്റെ യാതൊരുവിധ വർക്കുകളും നടന്നിട്ടില്ല. ഇത് ഈ പ്രദേശത്തുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവഗണന. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിൻ്റെ 25-30 വർഷം മുമ്പ് പഞ്ചായത്തിൻ്റെ ചെലവിൽ കെട്ടിയ പഞ്ചായത്ത് ആസ്തി ഉള്ളിൽ പെടുത്തിക്കൊണ്ട് സ്വകാര്യ വ്യക്തി മതിൽ കെട്ടിയിട്ട് അതിൻ്റെ ഈ പ്രദേശത്തുകാരുടെ അപേക്ഷ പ്രകാരം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിക്ക് എൻക്വയറിക്ക് വന്നപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ മാറുന്നത് വലിയ രീതിയിൽ ആളുകൾക്ക് രോക്ഷം ഉള്ള അവസ്ഥയാണ്. ഈ വഴി പഴയ അവസ്ഥയിലാക്കുകയും അതോടൊപ്പം തന്നെ ഈ വഴിയുടെ നവീകരണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് നാട്ടുകാരെന്നുള്ള ഇതിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. മൈനർ ഇറിഗേഷന്റെ ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിച്ച റോഡിന്റെ വശം കെട്ടുകയും 2020 MLA ആയിരുന്ന എൽദോസ് കുന്നപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 6.50 ലക്ഷം രൂപ ചെലവിൽ കലുങ്ക് നിർമ്മിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തകർന്ന റോഡ് നന്നാക്കുവാൻ പഞ്ചായത്ത് ഇതുവരെയും ഫണ്ട് അനുവദിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്.